എല്ലാവർക്കും സന്തോഷവും സമാധാനവുമാണെന്ന് കരുതിക്കൊള്ളട്ടെ. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്തിലെ യൂട്യൂബർക്ക് നെജിലയുടെ കണ്ടൻറ്റ് കൊണ്ട് ഒരുപാട് കണ്ടൻറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാർ വെച്ച് എന്താ പറയേണ്ടത്, ഈ നെജിലയുടെ ഭർത്താവാണ് എനിക്ക് തോന്നുന്നു ഈ രായമ്മ എന്നാണ് പറയുന്നത്. ഞാൻ തിരുവനന്തപുരത്തിലെ ഈ രായമ്മ നെജിലയുടെ ഭർത്താവാണ്. സാധാരണ ഭർത്താക്കന്മാർക്കാണ് മറ്റൊരു ഭർത്താവിൻ്റെ കൂടി ഇരിക്കുമ്പം അരിശം വരുന്നത്. ആ ഒരു അരിശമാണ് നെജില അടുത്ത് ഈ രായമ്മയ്ക്ക്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? അവരെവിടെയെങ്കിലും പോയിട്ട് വന്നാലോ എല്ലാം അങ്ങ് അരിശമാണ്. ഒരു സ്ത്രീയുടെ കാമഭ്രാന്ത് എന്താണെന്ന് അവർ ചെയ്യുന്ന പ്രവൃത്തി വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വിവരമുണ്ട് സ്ത്രീയെ? അവരെ പിറക്കെ ചുറ്റിപ്പിടിച്ച് നടക്കുമ്പോൾ ആ ചെയ്ത തെറ്റിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. കാര്യം അവർ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, അല്ലെന്ന് ആരും പറയുന്നില്ല. അവർ 6 കെട്ടിയത് അവരുടെ ഇഷ്ടം, അല്ലെങ്കിൽ 5 കെട്ടിയത് അവരുടെ ഇഷ്ടം. അതിന് നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ആ ഒരു കണ്ടൻ്റ് അല്ലാതെ എന്തെങ്കിലും യൂട്യൂബിലുണ്ടോ? നിങ്ങളെക്കുറിച്ചിട്ടൊരു വീഡിയോ യൂട്യൂബിൽ ഒരാൾ ചെയ്ത് അയാൾ പറഞ്ഞ പച്ചയായ സത്യം. നിങ്ങളുടെ കുറേ കണ്ണിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആക്ഷൻ കാണിച്ച് വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല പെണ്ണുമ്പിള്ളേ. നിങ്ങൾ ആ ഒരൊറ്റ കണ്ടൻ്റ് അല്ലാത്ത ഒന്നും നിങ്ങളുടെ ജീവിതത്തിലില്ല. ഉണ്ടോ? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾ അവരുടെ കണ്ടൻറ്റ് കൊണ്ടാണ് വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചൈൽഡ് ലൈൻ എന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നു. ചൈൽഡ് ലൈൻകാർ അവർ അന്വേഷിക്കും. ഒരു മാതാവിൻ്റെ ഒന്നും ഒരു മക്കളെ എങ്ങനെ പിടിച്ചു പറിക്കില്ല, ഒരു മക്കളെയും പിടിച്ചു പറിക്കില്ല. കാരണം നോക്കൂ, അന്ന് ആ സമയത്ത് അവരവിടെ ചെല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടിയെ അവർക്ക് നഷ്ടപ്പെട്ടത്. ആണോ? അല്ലാതെ അതുകൊണ്ടല്ല. ആ കുട്ടി വളർന്നു വരുന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഉമ്മിച്ചാമ്മയുടെ കൂടെ നിൽക്കുന്ന സ്വന്തം ഉമ്മയുടെ കൂടെ. അതിന് ആർക്കാണ് ഇത്ര ഛേദം? നിങ്ങൾക്കെന്താണ്? നിങ്ങളുടെ 6 മക്കളുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുഞ്ഞിന് ഇതേ ഒരു അവസ്ഥ വന്നു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും സ്ത്രീയെ? നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്കൊരു കാര്യം അള്ളാഹു തരും. നമ്മളൊരാളെ പറ്റി എന്ത് ചെയ്യുന്നോ അതേ അവസ്ഥ നിങ്ങൾക്ക് തിരിച്ചും തരും. അത് യാതൊരു സംശയവും വേണ്ട. നമ്മളൊരാളെ ദ്രോഹിക്കുന്ന ആ ദ്രോഹം തിരിച്ചല്ലാഹു നമ്മൾ അതേപടി നമുക്ക് തന്നിരിക്കും. അത് യാതൊരു സംശയവും ഇല്ല. അതാണ് നമുക്കുള്ള ശിക്ഷ റബ്ബ് വിരിച്ചു വയ്ക്കുന്നത്. എത്ര തെറ്റ് ചെയ്യുന്നവരും ആയിക്കോട്ടെ, പക്ഷേ ആ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് വിധിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറേ കരയേണ്ടി വരും. ഒരിക്കലും നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് അവരെ പറയുന്നുണ്ട്. ആ പെൺകുട്ടി ചെയ്യുന്നത് നല്ലതല്ല. അവരുടെ മകള് ഒരു 10 വയസ്സായ കുട്ടി ചെയ്യേണ്ട പ്രവൃത്തിയൊന്നുമല്ല ആ കുട്ടിയെ ചാറ്റിങ്ങിലും ഫോണിലും കാണിക്കുന്നത്. കുട്ടിക്ക് എന്ത് പറ്റിയെന്നേ ചൈൽഡുകാർ അന്വേഷിച്ച് അത് തീരുമാനിച്ചു. ചൈൽഡിൽ കേസ് എടുക്കുന്നൊരു കാര്യം നിരന്തരം വന്ന് പബ്ലിക്കിൽ പറയാനും ആർക്കും അങ്ങനെ അർഹതയൊന്നുമില്ല. അറിയാവുന്നവരാരും ഇത് കൊണ്ടുപോയോ അവിടെ ഒരു പരാതി കൊടുത്താൽ നിങ്ങളെ അവിടെ വിളിപ്പിക്കും. നിങ്ങൾക്കെന്ത് കേടാണ്? നിങ്ങൾ നിരന്തരം അവരെ കാമരമണി, നിങ്ങളവരെ കല്യാണം കഴിക്കുക ഒരു മാല കൊണ്ടുപോയി. എനിക്ക് നിങ്ങളുടെ അടുത്ത് അതേ പറയാനുള്ളൂ. നെജില നിങ്ങൾ കല്യാണം കഴിക്കുക, നിങ്ങളെ ഭർത്താവ് നിങ്ങൾ ഉപേക്ഷിക്കുക. 6 മക്കളുമായിട്ട് നിങ്ങൾ നെജിലയുടെ കൂടെ വാ. ഇനിയിപ്പോൾ അതേ നടക്കൂ. നെജിലയുടെ പിറക്കെ നടക്കണ്ട, അവരെ വീട്ടിൽ തന്നെ ഇരി. നിങ്ങൾക്ക് പറ്റിയ പണി അതാണ്.